അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഫലാണ്. പിന്നെ നല്ല മഴയാണ് മക്കയിൽ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ കൂടി ഇങ്ങനെ നമുക്ക് എപ്പോഴും മഴ കിട്ടുന്ന ഒരു സമയം പോലെ വൈകുന്നേരം ആവുന്ന സമയത്ത് മേഘങ്ങളൊക്കെ കൂടി ഇതേപോലെ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ മാറും. നല്ല മഴയാണ്, അത്യാവശ്യം നല്ല തണുപ്പുമായിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു ഇന്നലത്തെ രാത്രിയിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ ഇത്. ഇശാ നിസ്കാരത്തിന് അടുപ്പിച്ചിട്ടുള്ള ആ ഒരു സമയത്തുള്ള കാഴ്ചകളാണ്. നല്ല മഴ പെയ്യുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഫ്ലോർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നല്ല വൃത്തിയിൽ നല്ല നല്ല ഒരു കാലാവസ്ഥയുണ്ട്. രാത്രി ഇങ്ങനെ ഈ ഹറമിൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. എപ്പോഴും അതൊരു അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അതിങ്ങനെ ഇപ്പോൾ ഉംറക്കൊക്കെ വന്നിട്ട് ഈ ഹറമിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനെ വന്ന് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇങ്ങനെ വന്ന് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അറിഞ്ഞ ആൾക്കാരുണ്ടാവില്ല, ആ ഒരു ഫീൽ അനുഭവിച്ച ആൾക്കാർ എന്തായാലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ സമയമൊക്കെ ഇങ്ങനെ ഓർത്തു പോകും. മാഷാ അല്ലാഹ്, നല്ല മിന്നൽ വരുന്നുണ്ട്, കാണാൻ പറ്റും കളർ ഇങ്ങനെ മാറുന്ന ആകാശത്ത് അല്ലേ. അതുപോലത്തെ ക്ലോക്ക് ടവറിൻ്റെ ഈ ഒരു രാത്രിയത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തും ലൈറ്റും തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളിലൊക്കെ ലൈറ്റൊക്കെ തെളിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്തായാലും മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട്. നോക്കി എല്ലാവരും പുറത്താണ്. മഴ കുട പിടിച്ച് നടക്കുന്നത് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ്, കുട ഒന്നുമില്ല. കുട്ടികളൊക്കെ കണ്ടില്ലേ, മഴ പെയ്താൽ ഹറമിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ഭയങ്കര രസമായിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ക്ലീനേഴ്സിൻ്റെ ഒരു ക്ലീനിങ് കാര്യങ്ങളും മഴ തോർന്ന് ഒരു നല്ല രീതിയിൽ മഴക്ക് മാറി ആകുന്നത് വരെ ക്ലീനേഴ്സ് ഇങ്ങനെ ആ ഭാഗങ്ങളും പരിസരങ്ങളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. മാഷാ അല്ലാഹ്, അവർക്കൊക്കെ ഭയങ്കര ഒരു പുണ്യം കിട്ടുന്ന കാര്യം തന്നെ അല്ലേ. അവരുടെ ജോലി തന്നെ ആ രീതിയിലായതുകൊണ്ട് തന്നെ എത്രത്തോളം പുണ്യമാണ് അവർക്ക് ഈ ഒരു ഹറമിൻ്റെ പരിസരവും ഹറമിൻ്റെ ഉൾഭാഗത്ത് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ജോലി കിട്ടുന്നതോടുകൂടി എത്ര ഭാഗ്യവാന്മാരല്ലേ. എല്ലാ ദിവസവും ഹറമിലെ ജോലി, അതും റബ്ബിൻ്റെ ഭവനം ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞ ആ ഒരു പുണ്യം അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുറേ പേരിങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ആ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഭയങ്കര മാഷാ അല്ലാഹ്, ഭയങ്കര മിന്നലായിട്ട് വന്നത്. കിങ് അബ്ദുള്ള എക്സ്റ്റൻഷൻ കാര്യങ്ങളാണ് ഇപ്പോൾ ദൂരെ കാണുന്ന ബിൽഡിങ്. നമ്മൾ പുതുതായിട്ട് വന്നിട്ടില്ല, 2 വർഷമായും തോന്നുന്നു എക്സ്പാൻഷൻ. കിങ് അബ്ദുള്ള രാജാവിൻ്റെ പേരുള്ള ഒരു എക്സ്റ്റൻഷനാണ് ഈ ഒരു ഭാഗം കാണുന്നത് കേട്ടോ. സ്ത്രീകളൊക്കെ ഇരിക്കുന്ന നോക്ക് നിങ്ങൾ, കസേരയിൽ മഴ നനഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. കുട്ടികളാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഫുൾ കളിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത, ഈ ഒരു കാഴ്ച കണ്ടെത്തുന്നത് നമ്മളെ മലയാളി കുട്ടികളല്ല കേട്ടോ, നമുക്ക് വേറെ ഈജിപ്ഷ്യൻസും ഒക്കെയാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ ആരെങ്കിലും മക്കളൊക്കെയാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കണമെങ്കിൽ നമ്മൾ കുട്ടികളെ സമ്മതിക്കുക. പക്ഷേ ഇതാണ് ഒരു പ്രത്യേകത, അവരെ വളർത്തി കൊണ്ടുവരുന്നതിൻ്റെ ആ ഒരു കൾച്ചറിൻ്റെ വ്യത്യാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവരെ അങ്ങോട്ട് തുറന്നു വിടുകയാണ്. ഈ അറബിക് സ്പീക്കേഴ്സ്, അറബി സംസാരിക്കുന്ന ആളുകളുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ പൊതുവെ കാണുന്ന കാര്യമാണ്. നമ്മളെവിടെയെങ്കിലും പുറത്ത് പാർക്ക് പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാവും, കുട്ടികൾ വേറെ ഭാഗത്ത് കളിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും അവരെ വിട്ട് വേറെ എവിടേക്ക് ദൂരത്തേക്കൊന്നും പോകില്ല, അവരങ്ങനെ ആ പരിസരത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആകാശത്ത് ഭയങ്കരമായിട്ട് നല്ല മിന്നലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരുത്തൻ്റെ പരിപാടി ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തീർന്നിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്കിങ്ങനെ ഹറമിൻ്റെ പരിസരത്ത് മഴയത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉംറക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് കുടയും ചൂടി ഇങ്ങനെ നടക്കുക. ഞാൻ പറഞ്ഞില്ല, പ്രാർത്ഥിക്കുന്നവരെ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് കണ്ടല്ലോ, അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. എന്തായാലും വല്ലാത്തൊരു അനുഭവമാണ്. ഞാനിങ്ങനെ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. ക്ലോക്ക് ടവർ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ, ഹോട്ടലുകളൊക്കെ ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പടച്ചറബിൻ്റെ ആ ഒരു ഭവനം വല്ലാത്തൊരു കുളിർമയാണ്. ഇൻഷാ അല്ലാഹ് വരാൻ പറ്റാത്തവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് വരാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എന്നിങ്ങനെ കാണുന്നു, വീഡിയോ എടുക്കുന്നു എന്നല്ലാതെ
വരാൻ പറ്റാത്തവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഞാനെപ്പോഴും ഹറമിലാണ്. അതൊന്നുമല്ല, നമുക്ക് ഒരു പടച്ചോൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഈ ഒരു മക്കയിൽ വരിക. ഞാൻ 10 വർഷമായിട്ട് മക്കയിലുള്ള ഒരാളാണ്, ഇനിയും ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. എന്തായാലും പടച്ച റബ്ബ് അതിനൊരു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ അങ്ങനെ സ്ഥിരമാക്കാമെന്നുള്ള പ്ലാനിലാണുള്ളത്. എപ്പോഴും നമുക്ക് ഇങ്ങനെ ഹറമിലേക്കൊക്കെ വരാമല്ലോ. അതുപോലെ തന്നെ മദീനത്തും പോവാം, റസൂലിൻ്റെ അടുത്ത് പോയി സലാം പറയാം. അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ആ ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് പടച്ച റബ്ബിൻ്റെ. അതുപോലെ ബ്ലെസ്സിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടട്ടെ, അനുഗ്രഹം കിട്ടട്ടെ, ഇവിടെയൊക്കെ വരാൻ പറ്റട്ടെ. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഇങ്ങനെ വെറുതെ എടുത്തതാണ്. നിങ്ങൾ ആരെങ്കിലും ഹറമിലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ മഴ പെയ്യുന്ന സമയത്ത്, നല്ല മഴ പെയ്യുന്ന സമയത്തല്ല കേട്ടോ, ഒരാൾ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല മഴ പെയ്യുന്ന സമയത്തല്ല, ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്ന സമയത്ത്, ആ ഒരു നിലമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ കുട പിടിച്ച് ഇങ്ങനെ ഒന്നിങ്ങനെ ഹറമിൻ്റെ പരിസരത്തേക്ക് ഇങ്ങനെ ഒന്ന് ഇറങ്ങിക്കൂടെ, നല്ലൊരു ഫീലാണ്. പ്രത്യേകിച്ച് ഇഷാൻസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പരിസരത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനസ്സിനൊരു സന്തോഷമായിരിക്കും കേട്ടോ. എന്തായാലും ഇതിങ്ങനെ വെറുതെ നിങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കാൻ തോന്നി, നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കണ്ട് നിങ്ങൾ ഇവരൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു, എപ്പോഴും നമുക്ക് ഇത് ഈ ഒരു പല ഭാഗങ്ങളും ഹറമിൻ്റെ പരിസരങ്ങളിലും ഹറമിൻ്റെ ഉള്ളിലും ഒക്കെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് എന്തായാലും ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ലീനേഴ്സിൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ. കാരണം അവർ ഒരുമിച്ച് എങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വരും, ആ ചളിയും വെള്ളമൊക്കെ കൊണ്ട് അടിച്ച് ഒരു സൈഡിലേക്ക് ആക്കി പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്ലോറൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ നീറ്റാവും. ഈ ഭാഗത്ത് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ അവരിപ്പോൾ ക്ലീൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് നിങ്ങൾ നല്ല മിന്നലിപ്പോൾ വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇവിടെയൊക്കെ എത്തിപ്പെടാൻ കഴിയട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാനലിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് കാണും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചരിത്ര വീഡിയോസും ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇടാറുണ്ട്. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ ഒന്നിങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാതെ കുടയും ചൂടി പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുക. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഉംറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ. എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.